വിശുദ്ധ ഖുർആനിലെ ലക്ഷക്കണക്കിന് വചനങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതീവ ആദരവോടെ പേരെടുത്ത് പരാമർശിച്ച ഒരേയൊരു സ്വഹാബിവര്യനാണ് മഹാനായ സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ ഇത്രയേറെ ഭാഗ്യം ലഭിച്ച മറ്റൊരു മനുഷ്യനില്ല. ബാല്യത്തിൽ അടിമയായി വിൽക്കപ്പെട്ട മഹാനവറുകൾ ഒടുവിൽ എത്തിച്ചേർന്നത് കാരുണ്യക്കടലായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ദൗത്യം ആരംഭിച്ചപ്പോൾ അത് സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ചവരിൽ മുൻനിരക്കാരനായിരുന്നു മഹാനായ സെയ്ദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വന്തം മകനെപ്പോലെ സ്നേഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അക്കാലത്ത് ആളുകൾ മഹാനവറുകളെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നായിരുന്നു വിളിച്ചിരുന്നത്. എന്നാൽ ഒരാളെ അയാളുടെ യഥാർത്ഥ പിതാവിന്റെ പേരിലേക്ക് ചേർത്ത് വിളിക്കണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പന വന്നതോടെ മഹാനവറുകൾ വീണ്ടും സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന് വിളിക്കപ്പെട്ടു. അസാമാന്യ വീരനായ ഒരു പോരാളിയായിരുന്ന മഹാനവറുകളുടെ ധീരതയും നായകത്വവും കണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല നിർണായക സൈനിക നീക്കങ്ങളിലും മഹാനവറുകളെയാണ് സൈന്യാധിപനായി നിശ്ചയിച്ചിരുന്നത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിലെ 37-ാം വചനത്തിലൂടെ അല്ലാഹു തആല ഫലമ്മാ ഖലാ സെയ്ദുൻ എന്ന് ആ പരിശുദ്ധനാമം കൃത്യമായി എടുത്തു പറഞ്ഞപ്പോൾ അത് ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്ക് വലിയൊരു സന്ദേശമായിരുന്നു. ഒരു മനുഷ്യന്റെ മഹത്വം നിശ്ചയിക്കുന്നത് അവന്റെ പദവിയോ പണമോ അല്ല, മറിച്ച് അല്ലാഹുവോടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുമുള്ള ആത്മാർത്ഥമായ സ്നേഹമാണെന്ന് ആ നാമം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടിമത്തത്തിൽ നിന്ന് ആരംഭിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ വചനങ്ങളിലൂടെ ഖിയാമത്ത് നാൾ വരെ ഓതപ്പെടുന്ന രീതിയിൽ അനശ്വരനായ ആ പുണ്യാത്മാവിന്റെ ചരിത്രം എന്നും നിലനിൽക്കുന്ന ഒന്നാണ്.